ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിന്റെ വിവാഹം നടക്കാനും കുടുംബത്തിലെ ദോഷങ്ങൾ മാറാനുമായി കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്താനായി പോവുകയാണ് സുഭാഷും സുധീഷും നിധിയും ഹരീഷും നികേഷും ഭാസ്കരനും. നീതുവുമായി ഹരീഷ് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്ന അഖിൽ മനസ്സിലാക്കുകയാണ് 3-4 ദിവസേ കിളിക്കൂട്ടിൽ ആരും ഉണ്ടാകില്ല, എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഹരീഷും വീട്ടുകാരും വീട്ടിലേക്ക് മടങ്ങി എത്തുന്നതിന് മുമ്പ് നീതുവിന്റെ വിവാഹം നടത്താനാണ് അഖിലിന്റെ തീരുമാനം. അഖിൽ ഈ തീരുമാനം ചന്ദ്രനെയും നീതുവിന്റെ അമ്മയെ അറിയിക്കുകയാണ്. അഖിലിന്റെ ഒരു സുഹൃത്തുമായി നീതുവിന്റെ വിവാഹം നടത്താമെന്നാണ് അഖിൽ പറയുന്നത്. സ്ത്രീധനമായി ഒരു ബൈക്ക് കൊടുത്താൽ മതിയെന്ന് അഖിൽ പറയുമ്പോൾ തന്റെ ഓട്ടോ പണയം വെച്ചിട്ടാണെങ്കിലും ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചന്ദ്രൻ പറയുന്നു. തുടർന്ന് അഖിൽ പറയുകയാണ് ആ ഹരീഷും കുടുംബവും കുടുംബക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് വിവാഹം നടത്താൻ പറ്റിയ സമയം. ആ ഹരീഷ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവള് അവനെ വിളിച്ച് കാര്യം പറയും. പിന്നെ അവൻ ചേട്ടന്മാരെയും അനിയനെയും കൂട്ടി ഇവിടെ വന്ന് ഒരു സീൻ ഉണ്ടാക്കും. അവർ തിരിച്ചു വരുമ്പോഴേക്കും നീതുവിന്റെ വിവാഹം കഴിഞ്ഞിരിക്കണം. സംസാരിച്ചു കേൾക്കാൻ അധിക സമയമില്ല. എന്റെ കൂട്ടുകാരൻ അച്ഛനെയും അമ്മയും ബന്ധുക്കളെ എല്ലാം കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരും. അവളെയും കൂട്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. നീതുവിന്റെ അമ്മ പറയുന്നു അവൾ ഇതറിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. അപ്പോൾ അഖിൽ ചോദിക്കുന്നു എന്താ അമ്മേ ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഒരു ദിവസം അവള് ഹരീഷിനെയും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറി വരും. ആ കുടുംബം ബന്ധുക്കാരാകും. അപ്പൊ നീതുവിന്റെ അമ്മ പറയുകയാണ് അയ്യോ അതെനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ചന്ദ്രൻ പറയുന്നു എന്ത് വന്നാലും ഞാൻ എന്റെ മകളെ ആ ഹരീഷിന് കൊടുക്കില്ല. നീതുവിന്റെ അമ്മ പറയുന്നു ഇവള് നമ്മുടെ കൂടെ വരുമോ? അപ്പോൾ അഖിൽ പറയണ അമ്മ ഇപ്പൊ ഒന്നും പറയണ്ട, അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അതിനവള് 1000 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അമ്മ പറയുമ്പോൾ അഖിൽ പറയുകയാണ് ഞാൻ ഒരാളെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഒറ്റ ദിവസം കൊണ്ടാ കല്യാണത്തിന്റെ ഏർപ്പാടുകളെല്ലാം ചെയ്തത്. അവളോടൊരു കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇത് കേട്ട് അമ്മ പറയുകയാണ് ശരിയടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം, പെട്ടെന്ന് വരണം, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ വന്ന് അമ്മ ചോദിക്കുന്നു എടാ കള്ളം പറഞ്ഞ അവളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാം, അവിടെ വന്ന് അവള് കാര്യം അറിയുമ്പോൾ ഉറഞ്ഞതുള്ളൂ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അഖിൽ പറയുകയാണ് തല്ലി ചതച്ച് അവിടെ ഇരുത്തി കല്യാണം നടത്തും ഞാൻ. കൈയോടെ കല്യാണം രജിസ്റ്റർ ആക്കിയാൽ അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവളെ പോലെ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാ. ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, അമ്മ അവളെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. അഖിൽ അവിടെ നിന്ന് പോയതിനു ശേഷം ടെൻഷനോടുകൂടി അമ്മ നീതുവിന്റെ അരികിലേക്ക് പോവുകയാണ്. നീതു ഹരീഷുമായി ഫോണിൽ സംസാരിക്കുകയാണ്. നീതു പറയുന്നു ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്നും കടയുടെ അരികിൽ കൂടെ പോകുമ്പോൾ പൂട്ടിക്കിടക്കുന്ന ആ കട കണ്ട് ഞാൻ വിഷമിച്ച് നിൽക്കും. എന്റെ മനസ്സ് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പെട്ടെന്ന് വരണേ. അപ്പൊ ഹരീഷ് പറയുകയാണ് വരാം, ഞാനും നിന്നെ കുറിച്ച് ഓർത്തിരിക്കുകയായിരുന്നു. നീയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും. ഈ സ്ഥലം നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എവിടെ നോക്കിയാലും പച്ചപ്പ, നല്ല കാറ്റ്, നല്ല റിലാക്സ് ആയിട്ടിരിക്കാം. ഇത് കേട്ട് നീതു പറയണ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് നീ എന്നെ കിസ് ചെയ്യോ? അപ്പൊ ഹരീഷ് ചോദിക്കണേ ഇതൊക്കെയാണോടി നീ ചോദിക്കുന്നത്? അമ്മ വാതിലിൽ തട്ടി വിളിക്കുന്നുവെങ്കിലും നീതു ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ്. തുടർന്ന് നീതു പറയുന്നു ശരി ഹരീഷ്, അമ്മ കഥകി തട്ടിക്കൊണ്ടേ ഇരിക്കുക, എന്താന്ന് ചോദിക്കട്ടെ. ഇത് കേട്ട് ഹരീഷ് പറയുന്നു ശരി, എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ശരി എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് നീതു. കഥക് തുറക്കടി എന്ന് പറഞ്ഞ് അമ്മ ബഹളം വെക്കുമ്പോൾ വാതിൽ തുറന്ന് നീതു ചോദിക്കുന്നു എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? അപ്പൊ നീതുവിന്റെ അമ്മ ചോദിക്കുകയാണ് എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു, നിന്റെ ചെവി കേൾക്കില്ലേ? പോയി റെഡി ആയിട്ട് വാ, അമ്പലത്തിൽ പോണം. നീതു ചോദിക്കുന്നു അമ്പലത്തിലോ? എന്തിനെന്ന് പറഞ്ഞാലേ വരത്തുള്ളൂ എന്ന് അമ്മ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് പറഞ്ഞാലേ വരൂ. എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അപ്പൊ ചന്ദ്രൻ പറയുകയാണ് മോളെ നീതു, കഴിഞ്ഞ മാസം അച്ഛനൊരു ആക്സിഡന്റ് പറ്റിയില്ലേ, അന്ന് നിന്റെ അമ്മ ഒരു വഴിപാട് നേർന്നിരുന്നു, അത് ചെയ്യാമെന്ന് കരുതി പോകാൻ ഇറങ്ങിയതാ. ആ വഴിപാട് നടത്താത്തത് കൊണ്ടാ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളെന്നാ തോന്നുന്നത്, അതുകൊണ്ടാ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാന്ന് വിചാരിച്ച്. നീതു ചോദിക്കുന്നു ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ പോകുന്നതിന് ഞാൻ എന്തിനാ വരുന്നേ? നീയും കൂടി വാടി എന്ന് പറഞ്ഞ അമ്മ നീതുവിനെ നിർബന്ധിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ഒരു സാരി എടുത്തോണ്ട് വന്ന് അമ്മ പറയുമ്പോൾ നീതു ചോദിക്കണ സാരിയോ? അപ്പോഴമ്മ പറയണ അതെ, ചുരിദാർ വേണ്ട, സാരി മതി, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സാരിയാ നല്ലത്. ഇപ്പൊ വരാന്ന് പറഞ്ഞ നീതു ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു സാരി എടുത്തു നോക്കുന്ന നീതു മനസ്സിൽ പറയുന്നു ഞാൻ സാരിയൊക്കെ എടുക്കാൻ പോവാ, ഇത് കാണാൻ ഹരീഷ് ഇല്ലല്ലോ. തുടർന്ന് അഖിലും ഫ്രണ്ട്സും ക്ഷേത്രത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. നീതുവിന് വേണ്ടി അഖില് കണ്ടെത്തിയിരിക്കുന്ന പയ്യനും അവിടേക്ക് വരുന്നു. അഖിൽ അരികിലേക്ക് വന്ന് സന്തോഷത്തോടുകൂടി ആ പയ്യനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയണ നീ പറഞ്ഞ ഉടനെ ഞാൻ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതാ, നീതു വരില്ലേ? അപ്പോൾ അഖിൽ പറയണ അതൊക്കെ വരുവാടാ, ഇന്ന് നിങ്ങളുടെ കല്യാണം നടക്കും. നീതു സാരിയൊക്കെ എടുത്ത് അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഓട്ടോയിൽ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അഖിലിന്റെ ഫ്രണ്ട് പറയുന്നു നീ പറഞ്ഞ ഉടനെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് കരുതി സ്ത്രീധനൊന്നും തരാതെ വിടണ്ട. അപ്പോൾ അഖിൽ പറയണ അത് നീ പറയണോ? നീ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഞാൻ തരും. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതാ, നീ കാര്യമൊക്കെ എടുക്കണ്ട. അപ്പോൾ അഖിൽ പറയുകയാണ് ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലേ, ജീവിതകാലം മുഴുവൻ അതിന് ഞാൻ നിന്നോട് നന്ദി പറയും. അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ വേറെ ആരെയല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, നിന്റെ സഹോദരി നീതുവിനെയല്ലേ. നീതുവിനെ കുറിച്ച് എനിക്കറിയില്ലേ, നിന്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്ത് വന്നാലും നീതു ആ വീട്ടിലേക്ക് മരുമകളായി പോകാൻ പാടില്ല. അഖിൽ പറയുന്നു അതേടാ, എന്നെ അവന്മാരെ വെല്ലുവിളിക്കുകയായിരുന്നു, ഇന്നത്തോടുകൂടി ഹരീഷിന്റെയും നീതുവിന്റെയും പ്രേമത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും ഞാൻ. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വന്ന നീതു ചോദിക്കുന്നു
എന്തുപറ്റി രണ്ടുപേർക്കും വലിയ സ്നേഹമാണല്ലോ. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബമായിട്ട് ക്ഷേത്രത്തിൽ പോയത് എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ടെൻഷനോട് കൂടി അച്ഛനും അമ്മയും ചുറ്റും നോക്കുമ്പോൾ നീതു പറയുകയാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്നും പറയുന്നില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അമ്മ പറയുകയാണ്, എന്തുവാടി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്? ക്ഷേത്രത്തിൽ വരുന്ന എന്തിനാ? പ്രാർത്ഥിക്കാനല്ലേ? പ്രാർത്ഥിച്ച വഴിപാട് നടത്തിയിട്ട് നമുക്ക് പോകാം. വാ മോളെ എന്ന് പറഞ്ഞ് ചന്ദ്രൻ നീതുവിനെയും കൂട്ടി ശ്രീകോവിലിന്റെ മുന്നിലേക്ക് വരികയാണ്. പിന്നാലെ അമ്മയും വരുന്നു. നീതു പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എന്റെയും ഹരീഷിന്റെയും കല്യാണം എത്രയും വേഗം നടക്കണം. അമ്മ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഇപ്പൊ നീതുവിന്റെയും പ്രേമിന്റെയും കല്യാണം നല്ല രീതിയിൽ നടക്കണം. നീതു മനസ്സിൽ പറയുകയാണ്, ഇതേ ക്ഷേത്രത്തിൽ ഞാനും ഹരീഷും ഭാര്യയും ഭർത്താവുമായി വന്ന് തൊഴുതു പ്രാർത്ഥിക്കണം. ഈ ആഗ്രഹം നടത്തി തന്നാൽ ഞാൻ ഈ ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും നടത്തും. പ്രശ്നമൊന്നുമില്ലാതെ ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അച്ഛനും അമ്മയും. അമ്മ എന്ന് വിളിച്ച അഖിൽ അരികിലേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കുന്നു, എന്താടാ? നീതു ചോദിക്കുന്നു, അഖിലേട്ടൻ ഇവിടെ എന്ത് ചെയ്യുക? എന്താ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വഴിപാട് നടത്തിയാൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്ന് വിചാരിച്ചു? നിങ്ങൾ എന്തൊക്കെ നടത്തിയാലും ഞാൻ ഒരിക്കലും ഹരീഷിനെ മറക്കില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങോട്ട് വടിയെന്ന് പറഞ്ഞ് നീതുവിനെയും കൂട്ടി മുന്നോട്ട് നടന്നു പോവുകയാണ് അമ്മ. ചന്ദ്രനും അഖിലും പിന്നാലെ പോകുന്നു. തുടർന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് അവർ. അവിടെ നിൽക്കുന്ന അഖിലിന്റെ സുഹൃത്ത് പ്രേമിനെ കണ്ട് നീതു ചോദിക്കുന്നു, ഇന്ന് ചേട്ടന്റെ കല്യാണമാണോ? പുതിയ ഷർട്ടും മുണ്ടും ഒക്കെയാണല്ലോ, പെണ്ണാരാ? അമ്മ പതിയെ അഖിലിനോട് പറയുകയാണ്, എടാ ഇത് ശരിയാകുമോ? ഇവളാ പെണ്ണെന്നറിഞ്ഞാൽ ഇവൾ ഇവിടെ എന്തൊക്കെ കാട്ടി കൂട്ടുമോ എന്തോ. അഖിൽ പറയുന്നു, അതൊക്കെ നമുക്ക് നോക്കാമേ. അവളെ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അവൾ അത് കേൾക്കും. അങ്ങനെ അഖിൽ പറയുന്നു, നീതു എന്റെ കൂടെ ഒന്ന് വാ. എവിടാണെന്ന് നീതു ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, വരാനല്ലേ പറഞ്ഞത്? ചേട്ടാ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നീതു അവരുടെ ഒപ്പം പോവുകയാണ്. തുടർന്ന് നീതു ചോദിക്കുന്നു, എന്താ? അപ്പൊ അമ്മ പറയുകയാണ്, ദേ നോക്ക് നീതു, നിനക്ക് ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. നീതു ചോദിക്കണേ, എനിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? എപ്പോഴും എന്നെ തല്ലുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെ ഞാനങ്ങനെ സ്നേഹിക്കുക? വെറുതെ നാടകം കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പോൾ അഖിൽ പറയുകയാണ്, ദേ നോക്ക്, ഇവിടെ വെച്ച് പ്രേമിന്റെ വിവാഹമാണ്. അപ്പൊ നീതു പറയുകയാണ്, പ്രേമിന്റെ കല്യാണം നടന്നാൽ എനിക്കെന്താ? ഇതിനാണോ നിങ്ങൾ എന്നെ തനിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിച്ചത്? ഈ കല്യാണം കാണാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഈ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ വരുമായിരുന്നല്ലോ. പെണ്ണിനെ കണ്ടില്ലല്ലോ. അങ്ങനെ നീതു ചുറ്റും നോക്കുമ്പോൾ അഖിൽ പറയുകയാണ്, നീ അടി പെണ്ണ്, നിന്റെയും പ്രേമിന്റെയും കല്യാണം നടക്കാൻ പോകുന്നത്. ഇത് കേട്ട് നീതു പൊട്ടിച്ചിരിക്കുമ്പോൾ അമ്മ ചോദിക്കുന്നു, എന്തിനടി ചിരിക്കുന്നത്? അവൻ പറഞ്ഞത് സത്യമോ? ഇന്ന് നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ. ചന്ദ്രൻ പറയുന്നു, ദേ നോക്കുമോളെ, എന്ത് നടന്നാലും ആ ഹരീഷിന് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ കുടുംബവുമായി നമുക്കൊരു ബന്ധം വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ മാനവും അഭിമാനവും എല്ലാം പോകും. നാട്ടിൽ തലയുയർത്തി നടക്കണ്ട. ആരും നമുക്കൊരു വിലയും തരില്ല. നിന്റെ ചേട്ടന്റെ ജീവിതം കൂടി ഇല്ലാതാകും. അപ്പൊ നീതു പറയുകയാണ്, ഇവന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ? ഇത് കേട്ട് അഖിൽ നീതുവിനെ തല്ലാനായി തുടങ്ങുമ്പോൾ തടയുകയാണ് ചന്ദ്രൻ. അമ്മ പറയുന്നു, ദേ നോക്ക്, ഇന്ന് നിന്റെയും പ്രേമിന്റെയും വിവാഹമാണ്. മര്യാദയ്ക്ക് വന്ന് മണ്ഡപത്തിലിരിക്കും. നീതു പറയുന്നു, എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താനാണോ? ഞാൻ പോലീസിനൊരു ഫോൺ ചെയ്താലുണ്ടല്ലോ, അച്ഛനും അമ്മയും മകനും എല്ലാം ജയിലിൽ കിടക്കും. അച്ഛനും അമ്മയും ജയിലിൽ കയറ്റിയെന്നുള്ള പാപം എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ സമ്മതിക്കില്ല, ചെയ്യിപ്പിക്കും. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. അങ്ങനെ നീതു ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായി തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയും അഖിലും കൂടി നീതുവിനെ തടയാൻ ശ്രമിക്കുകയാണ്. അഖിൽ നീതുവിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുന്നു. അമ്മ പറയുന്നു, നീതു നിന്റെ കാല് പിടിക്കാം, ഒന്ന് പറയുന്നത് കേക്ക്. അപ്പൊ നീതു പറയണ, കാലിലും പിടിക്കണ്ട കയ്യിലും പിടിക്കണ്ട, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ ചതിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്കുന്നു. കൈകൂപ്പി ചന്ദ്രൻ പറയുന്നു, നീതു ഞാൻ നിന്നോട് അപേക്ഷിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തെങ്കിലും. അപ്പൊ നീതു പറയുകയാണ്, ഓ വലിയ അഭിമാനമല്ലേ? നമ്മളൊരു കാറ് വാങ്ങിയാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ നമ്മളോട് മിണ്ടില്ല. അത്രയ്ക്ക് അസൂയുള്ള നാട്ടുകാരാ. ആ നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തിനായി ഞാൻ ഹരീഷിനെ വീണ്ടാന്ന് വെക്കണോ? നടക്കില്ല, ഞാൻ പോവാ. ചന്ദ്രൻ പറയുന്നു, ദേ നോക്ക് മോളെ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛനെ അമ്മയും മോള് ജീവനോടെ കാണില്ല. അപ്പൊ നീതു പറയണ, നിങ്ങൾ ജീവിച്ചിരിക്കണ്ട. ഇത് കേട്ട് ഞെട്ടി അമ്മ പറയണ, കേട്ടില്ലേ? അവള് പറയുന്ന കേട്ടില്ലേ? ക്ഷേത്രത്തിൽ നിന്ന് അവളിങ്ങനെ പറഞ്ഞ. നീതു ചോദിക്കുന്നു, ക്ഷേത്രത്തിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? ചാകു എന്ന് പറഞ്ഞ വിരട്ടുന്നത് തെറ്റല്ലേ? നിങ്ങൾ എന്ത് നാടകം കളിച്ചാലും എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് എന്റെ ജീവിതമാണ്, അത്ര ഈസി ആയിട്ടൊന്നും വിട്ടുതരാൻ പറ്റില്ല. അപ്പോൾ അഖിൽ പറയണ, ദേ നോക്ക്, നീ എത്ര ബഹളം വെച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇവിടെ വരില്ല. നിന്റെയും പ്രേമിന്റെയും വിവാഹം ഇവിടെ വെച്ച് നടത്തും ഞാൻ. അപ്പൊ നീതു പറയണ, ആ നടത്തും, നീ വേണമെങ്കിൽ അവനെ കെട്ടിക്കോ. ഞാൻ എന്തിനാ അവനെ കെട്ടണം? എനിക്ക് ഹരീഷ് ഉണ്ട്. അമ്മ പറയുന്നു, ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ജീവനോടെ ഉണ്ടാകില്ല. നീ അവനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അപ്പൊ നീതു പറയണ, ഈ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അമ്മ പറയണ, ഞാൻ സത്യമായിട്ട് പറയുക, നീ വന്നിപ്പം മണ്ഡപത്തിലിരുന്നില്ലെങ്കിൽ ഞങ്ങളെ നീ ഇനിയും ജീവനോടെ കാണില്ല. വന്നിരിക്ക്. അഖിൽ പറയുന്നു, അമ്മേ ഇവളോട് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, വാടി വന്നിരിക്ക്. അങ്ങനെ നീതുവിനെ പിടിച്ചു വലിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അഖിൽ. പിന്നാലെ ചന്ദ്രനും നീതുവിന്റെ അമ്മയും വരുന്നു. വീടടാന്ന് പറഞ്ഞ് നീതു ബഹളം വെക്കുമ്പോൾ എല്ലാവരും നീതുവിനെ ശ്രദ്ധിക്കുകയാണ്. പ്രേമിന്റെ അരികിലേക്ക് വന്ന നീതു ചോദിക്കുന്നു, ചേട്ടാ നിങ്ങൾക്ക് വിവരമില്ലേ? ഇവരെന്തെങ്കിലും പറയുന്നത് കേട്ട് താലി കെട്ടാനായിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. വാ ഇടയ്ക്കിടെ ഇത് അഖിൽ പറയുമ്പോൾ പ്രേം പറയുകയാണ്, നീതു നിന്റെ ചേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. നീതു ചോദിക്കുന്നു, എല്ലാം അറിഞ്ഞിട്ടാണോ എന്നെ കല്യാണം കഴിക്കാൻ വന്നത്? നിനക്ക് നാണമില്ലേ? വേറൊരാളെ ഇഷ്ടമാണെന്ന് പറയുന്ന എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? അഖിൽ പറയുന്നു, എടി മിണ്ടാൻ നിൽക്കാനാ പറഞ്ഞത്. അളിയ ക്ഷമിക്കണം, ഇവള് പറയുന്നത് കാര്യമാക്കണ്ട.
കല്യാണം കഴിഞ്ഞ കുറച്ചു നാൾ കഴിയുമ്പോൾ ശരിയാകും. അപ്പൊ നീതു പറയുകയാണ്, ഈ കല്യാണം നടക്കില്ല. ഞാൻ ഹരീഷിനെ പ്രണയിക്കുന്നത്. ഹരീഷ് ഇപ്പൊ വിളിച്ചാൽ പോലും ഞാൻ കൂടെ പോകും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഹരീഷിനെ കല്യാണം കഴിക്കൂ. ദയവ് ചെയ്ത് ഇവര് പറയുന്നത് കേട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. അമ്മ പറയണ, നീ പറഞ്ഞ എല്ലാ കാര്യവും പ്രേമനറിയാം. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചവനാണിവൻ. മര്യാദയ്ക്ക് അവിടെ ഇരിക്ക്. അപ്പൊ നീതു പറയണ, പറ്റില്ല അമ്മേ. പ്രേമിന്റെ അരികിലേക്ക് വന്ന അഖിൽ പറയുന്നു, അളിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കല്യാണം നടന്നാ ഇവൾ ഇങ്ങനെ പെരുമാറില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം. പ്ലീസ് ഇരിക്ക്. അങ്ങനെ അഖിൽ പ്രേമിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തുമ്പോൾ ഇരിക്കടി എന്ന് പറഞ്ഞ് അമ്മ നീതുവിനെ പിടിച്ച് പ്രേമിന്റെ അരികിലേക്ക് ഇരുത്തുകയാണ്. വിവാഹത്തിൽ പങ്കെടുക്കാനായി ബന്ധുക്കളൊക്കെ അവിടേക്ക് വരുന്നു. ചുറ്റും നോക്കി നീതു ചോദിക്കുന്നു, എന്താ ബന്ധുക്കൾ എല്ലാവരും ഗിഫ്റ്റുമായി വന്നിരിക്കുന്നത്? അപ്പൊ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തതാണല്ലേ? ഞാൻ പോവാ, എന്നെ വിടമേ. അപ്പോഴമ്മ പറയുകയാണ്, ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഈ കല്യാണം നടന്നേ പറ്റൂ. തിരുമേനി പെട്ടെന്ന് മന്ത്രങ്ങൾ ചൊല്ലി താലി എടുത്തു കൊടുക്ക്. നീതു തിരുമേനിയോട് ചോദിക്കുന്നു, വിവരമില്ലേ നിങ്ങൾക്ക്? ഇവിടെ ഒരുത്തി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ബഹളം വെക്കുന്നത് കേൾക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ മന്ത്രം ചൊല്ലുന്നു. മന്ത്രം ചൊല്ലി ദേഷ്യത്തോടു കൂടി നീതുവിനെ നോക്കുകയാണ് തിരുമേനി. ഇരിക്കടി അവിടെ നിന്ന് അമ്മ പറയുമ്പോൾ നീതു പറയണ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഹരീഷിനെയാണ് പ്രണയിക്കുന്നതെന്ന്. ഇവരെന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതോ. എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം നടത്താൻ ശ്രമിക്കുന്നു. ആരെങ്കിലും ഒന്ന് എതിർക്ക്, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്ക്. ചേട്ടാ ദയവ് ചെയ്ത് എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് ഹരീഷിനെ ഇഷ്ടം. ദയവ് ചെയ്ത് ഈ കല്യാണം നടക്കരുത്. നിങ്ങൾക്കാർക്കും കണ്ണു കാണുന്നില്ലേ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. എന്നെ വെറുതെ വിടണം. ഞാൻ പോട്ടെ. ദേഷ്യത്തോടു കൂടി അമ്മ പറയുന്നു, ഇരിക്കടി അവിടെ, മിണ്ടി പോകരുത്. ഇത്രയൊക്കെ ബഹളം വെച്ചിട്ടും നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നോ? എല്ലാവരും ഞങ്ങളുടെ കൂടെയാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. നീതു പറയുന്നു, നിങ്ങളെല്ലാവരും മരിച്ചാലും ഞാൻ ഇവന് താലി കെട്ടാൻ എന്റെ കഴുത്ത് നീട്ടി കൊടുക്കില്ല. ഞാൻ ഹരീഷിനെ പ്രേമിക്കുന്നത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ? ഇത് കേട്ട് പുഞ്ചിരിച്ച് പ്രേം നീതുവിനെ നോക്കുകയാണ്. നീതു പറയുന്നു, നീ എന്റെ അടുത്തിരുന്നെന്ന് ഹരീഷ് അറിഞ്ഞാൽ നിന്നെ കൊല്ലും അവൻ. മര്യാദയ്ക്ക് എഴുന്നേക്കടാ. അപ്പൊ പ്രേം പറയണേ, എല്ലാം അറിഞ്ഞിട്ടാ നീതു ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീതു കുറച്ചേരം മിണ്ടാതിരിക്കും. അപ്പൊ നീതു ചോദിക്കുന്നു, ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോടാ നീ? ഒരു പെണ്ണ് മറ്റൊരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുവാടാ? ഇതൊന്നും ആലോചിക്കുന്നില്ലടാ നീ. അപ്പൊ പ്രേം പറയുകണ, എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് കേട്ട നീതു പറയണ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാട്. എന്തിനാ എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ അമ്മ പറയണ, തിരുമേനി ആ താലി എടുത്ത് പെട്ടെന്ന് കൊടുക്ക്. തിരുമേനി താലി എടുത്തു കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അത് വാങ്ങി നീതുവിന്റെ കഴുത്തിൽ കെട്ടാനായി തുടങ്ങുകയാണ് പ്രേം. നീതു ഭയത്തോടു കൂടി താലിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അച്ഛനും അമ്മയെല്ലാം തൊഴുതു പ്രാർത്ഥിക്കുന്നു. പ്രേം താലി നീതുവിന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോൾ നീതു ഉറക്കെ പറയുന്നു, ഞാൻ പ്രഗ്നന്റ് ആണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നീതുവിനെ നോക്കുമ്പോൾ താലി വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഹാരമെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞ് നീതു ദേഷ്യത്തോടുകൂടി പ്രേമിനെ നോക്കുകയാണ്. ടെൻഷനോടുകൂടി അമ്മ പറയുന്നു, ഇവള് പറയുന്നത് നുണയാ, ആരും വിശ്വസിക്കരുത്. അപ്പൊ നീതു പറയണ, ഞാൻ നുണയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ 2 മാസം പ്രഗ്നന്റാ. ഈ കാര്യം ഹരീഷിനും അറിയാം. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ എന്നെ കല്യാണം കഴിക്കാമെന്നാ അവൻ പറഞ്ഞത്. വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയുന്ന അറിയാവുന്നോണ്ടാ ഞാൻ പറയാഞ്ഞത്. അമ്മ പറയുന്നു, നിർത്തടി, കല്യാണം കഴിക്കാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? മോനെ, ഇവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. മോനെ ഇരിക്ക്. അപ്പൊ ചന്ദ്രൻ പറയണ, മോളെ നീതു, ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യമാ. അപ്പൊ നീതു പറയണ, അത് തന്നെ അച്ഛാ ഞാനും പറയുന്നത്. ഇത് എന്റെ ജീവിതത്തിന്റെ കാര്യമാ. അച്ഛന് വേണമെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി സ്കാൻ ചെയ്യാം. അപ്പൊ അറിയാലോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഞാൻ 4 തവണ ടെസ്റ്റ് ചെയ്തതാ. ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങളുടെ തടിമാടി പോലത്തെ മോനോട് പറ പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ. ഇവിടെ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഇവിടെ വെച്ച് തന്നെ തെളിയിക്കാം. അങ്ങനെ അല്ലെങ്കിൽ എന്റെ ഫോണില് ഹരീഷിന്റെ നമ്പർ ഉണ്ട്. അവനെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അവൻ തന്നെ പറയും. ഹരീഷിന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അഖിൽ പറയുന്നു, അളിയ ഇവള് പറയുന്നത് കള്ളോ? ഇവളെ വിശ്വസിക്കരുത്. നീതു ചോദിക്കുന്നു, കള്ളാണെന്നോ? ഏതെങ്കിലും ഒരു പെണ്ണ് ഈ കാര്യത്തിൽ കള്ളം പറയുമോ? ഞാൻ പ്രഗ്നന്റാ. ഹരീഷ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ. അമ്മ ചോദിക്കുന്നു, നാണോ ഇല്ലടി നിനക്ക്? പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ നീതു പറയുകയാണ്, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാ. ഹരീഷിന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളത്. അതിനെന്ത് നാണക്കേടാ? ഈ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇയാളുടെ ജീവിതം എന്താകും? ഇയാളുടെ ജീവിതം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇല്ലാണ്ടാക്കണോ? ദേ നോക്ക്, ഞാൻ പ്രഗ്നന്റ് ആണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. താലി കെട്ട്. പ്രേം അടിച്ചേൽക്കുമ്പോൾ അഖിൽ പറയുന്നു, അളിയ ഇവള് പറയുന്നത് നുണയാ. ഇവളെ വിശ്വസിക്കരുത്. അപ്പൊ നീതു പറയണ, ഞാൻ പറഞ്ഞത് നുണയല്ല. സംശയം ഉണ്ടെങ്കിൽ വാ, ഹോസ്പിറ്റലിലേക്ക് പോകാം. ഡോക്ടർ പറയും ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോന്ന്. അപ്പൊ അറിയാം നിങ്ങൾക്ക്. ഞാൻ ഹരീഷിന്റെ കുഞ്ഞിനെ പ്രസവിക്കും. അതെല്ലാം നിന്റെ ഫ്രണ്ടിന് ഓക്കെയാണോ? പ്രേം പറയുന്നു, അഖിലെ നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇതെന്നോട് പറഞ്ഞില്ല. അപ്പൊ അഖിൽ പറയണ, അളിയ ഞാൻ പറയുന്ന കേക്ക്. അങ്ങനെയൊന്നും ഇല്ലടാ. മറ്റൊരു ഫ്രണ്ട് പറയുന്നു, എടാ ഇതൊക്കെ വലിയ തെറ്റാ. അവൾ ഒരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. നിനക്ക് വേണ്ടി അവൻ റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ അവനെ ചതിക്കാൻ ശ്രമിക്കുകയാണല്ലേ? വേണ്ട പോകാം. ഞാൻ പോവാണെന്ന് പറഞ്ഞ് പ്രേം അവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം അവിടെ നിന്ന് പോവുകയാണ്. അളിയാന്ന് വിളിച്ച് പ്രേമിന്റെ പിന്നാലെ പോവുകയാണ് അഖിൽ. കരഞ്ഞുകൊണ്ട് നീതുവിന്റെ അമ്മ പറയുകയാണ്, എടി മഹാഭാവി, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചല്ലോ. എന്തിനാടി ഇങ്ങനെ ചെയ്തേ? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, ക്ഷേത്രത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് നീ സംസാരിക്കണ്ട. വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. തുടർന്ന് വീട്ടിലേക്ക് വന്ന നീതുവിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അമ്മ. വളരെ വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ് ചന്ദ്രൻ. അഖിലും കുറച്ച് അപ്പുറത്തായി നിൽക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, എടി നീ ഇങ്ങനെ ചെയ്തല്ലോടി. ആ റൗഡിയെ ഇനി നീ കാണരുതെന്ന് പലതവണ ഞങ്ങൾ പറഞ്ഞതല്ലേ? അപ്പൊ നീ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാണെന്ന്. നാണമില്ലടി നിനക്ക്? കല്യാണം പോലും കഴിക്കാതെ
21ാമത്തെ വയസ്സിൽ നീ പ്രഗ്നന്റ് ആണെന്നോ? അങ്ങനെ അമ്മ ഉറക്ക കരയുമ്പോൾ വളരെ വിഷമത്തോടു കൂടി അച്ഛനെ അമ്മയെ നോക്കുകയാണ് നീതു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം അറിഞ്ഞു. മാനോ അഭിമാനോ എല്ലാം പോയി. അങ്ങനെ നീതുവിനെ കുറ്റപ്പെടുത്തി അമ്മ കരയുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് നീതു. അച്ഛൻ കൈ തട്ടി മാറ്റുമ്പോൾ അഖിൽ പറയണം, പോയി, എല്ലാം പോയി. എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഞാൻ അപമാനിതനായി. ഞാൻ പറഞ്ഞതുകൊണ്ടാ അവൻ ഇവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. നീതു ചോദിക്കുന്നു, അവന്റെ ഇഷ്ടത്തിനാണോ ഞാൻ അവനെ കല്യാണം കഴിക്കണ്ടേ? എനിക്ക് ഇഷ്ടമാവണ്ടേ? നിങ്ങൾ എന്നെ ചതിച്ചല്ലേ കൂട്ടിക്കൊണ്ടുപോയത്? അമ്മ ചോദിക്കുന്നു, സത്യം പറയടി, ഈ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ പറഞ്ഞത്? അതോ നീ ശരിക്കും പ്രഗ്നന്റ് ആണോ? നീതു മനസ്സിൽ പറയുന്നു, സത്യം പറയരുത്. വീണ്ടും ഇവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കും. ഹരീഷ് നാട്ടിലില്ല. ഹരീഷ് തിരിച്ചു വരുന്നത് വരെ ഈ നുണ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. എങ്ങനെയൊക്കെ ചോദിച്ചാലും സത്യം പറയരുത്. സത്യം പറയടിയെന്ന് അമ്മ പറയുമ്പോൾ നീതു പറയണ, അതെ അമ്മേ, ഞാൻ പ്രഗ്നന്റാ. ഇത് കേട്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ് അമ്മ. നീതു പറയുന്നു, ആരും വിഷമിക്കണ്ട, ഹരീഷ് എന്നെ ചതിക്കില്ല. അവൻ എന്നെ ഉറപ്പായും കല്യാണം കഴിക്കും. ഇത് കേട്ട് അഖിൽ പറയണ, ഹരീഷ് 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 ഒരു ചവിട്ട് തന്നാലുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രൻ പറയുന്നു, മാറി നിക്കടാ. അങ്ങനെ ചന്ദ്രൻ കരയുമ്പോൾ അമ്മ പറയണ, നീ ആ മനുഷ്യനെ നോക്ക്. ഇനി നീ നാട്ടുകാരുടെ മുഖത്ത് ആ മനുഷ്യൻ എങ്ങനെ നോക്കും? നാട്ടുകാർ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ എന്തു മറുപടി പറയും? ഒരേ ഒരു മകളല്ലേ, അവളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിവില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ എന്നും മറുപടി പറയും, എടി മഹാഭാവി, ഇങ്ങനെ ചെയ്തല്ലോടി നീ. ഇനി നീ വിചാരിച്ചാൽ പോലും നിന്റെ ജീവിതം പഴയതുപോലെ ആവില്ല. നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചു. ഇനി നിനക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോടി? നാട്ടുകാര് കാറി തുപ്പില്ലേ? ചന്ദ്രൻ പറയണ, ഞാൻ നിന്നെ വിശ്വസിച്ചതല്ലേടി. നിന്റെ ആഗ്രഹത്തിന് എന്തിനെങ്കിലും ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? നീ ചോദിച്ചതെല്ലാം ഞാൻ വാങ്ങി തന്നില്ലേ? ഇല്ലാത്ത പണം ഉണ്ടാക്കിയാ നിന്നെ പഠിപ്പിക്കുന്നേ. എന്റെ മകള് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇതിനും ഭേദം വിഷം വാങ്ങി തന്ന് ഞങ്ങളോട് മരിക്കാൻ പറയുന്നതായിരുന്നു. അമ്മ ചോദിക്കുന്നു, ഇവള് ചെയ്ത തെറ്റിന് നമ്മൾ എന്തിനാ ചാകുന്നത്? പക്ഷേ ഇവള് നന്നായി അനുഭവിക്കും. അങ്ങനെ അമ്മ നീതുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അഖിലും വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുന്നു. തുടർന്ന് ഫോൺ എടുത്ത് നീട്ടിക്കൊണ്ട് അഖിൽ പറയുന്നു, അവനെ വിളിക്ക്. അവനെ വിളിക്കാനാടി പറഞ്ഞത്. എന്താണ് ഈ നോക്കുന്നത്? ഹരീഷിനെ വിളിക്ക്. നീതു ടെൻഷനോട് കൂടി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, സ്പീക്കറിലിട്. തുടർന്ന് എല്ലാവരുടെയും ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീഷ്. നീതുവിന്റെ കോള് കണ്ട് ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, കഴിച്ചിട്ട് പോടാ. അപ്പൊ ഹരീഷ് പറയണ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. സുധീഷ് ചോദിക്കുന്നു, കഴിച്ചു കഴിഞ്ഞെന്നോ? ആരാടാ ഫോണില്? നോക്കട്ടെ. ഓ, നീതു ആണോ? അപ്പൊ ഹരീഷ് പറയണ, അതെ സുധീഷേട്ടാ, നമ്മൾ ക്ഷേത്രത്തിലായിരുന്നപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സംസാരിച്ചിട്ട് വരാമേ. നടക്കട്ടെ നടക്കട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ കണ്ണു വെക്കാതെ സുധീഷേട്ടാന്ന് പറഞ്ഞ് ഹരീഷ് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് അഖിൽ. നീതുന്ന് ഹരീഷ് വിളിക്കുമ്പോൾ അഖിൽ പറയുന്നു, അതേടാ നീതുവാ, ഞാൻ അവളുടെ ചേട്ടനാ സംസാരിക്കുന്നത്. നീ എവിടാടാ? എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിട്ട് നീ എവിടെ പോയി ഒളിച്ചിരിക്കുക? ക്ഷേത്രത്തിലുള്ള എല്ലാ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇവള് പ്രഗ്നന്റ് ആണെന്ന് ഉറക്കെ പറഞ്ഞിരിക്കുന്നു. ഹരീഷാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്നും പറഞ്ഞു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. നീ നിന്റെ ബുദ്ധി കാണിച്ചല്ലടാ. നിന്റെ കുടുംബത്തിന്റെ സംസ്കാരം ഇതാടാ, അത് നീ കാണിച്ചു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. മറുപടി പറയടാ, നീ എവിടാടാ ഒളിച്ചിരിക്കുന്നത്? ഇതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഹരീഷും നീതുവും. അഖിലിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് കട്ട് ചെയ്യുകയാണ് അമ്മ. അമ്മ എന്തായി ചെയ്തെന്ന് അഖിൽ ചോദിക്കുമ്പോൾ അമ്മ പറയണ, നീ എന്തിനാടാ അവനോട് സംസാരിക്കുന്നത്? അവനൊരു റൗഡിയാടാ. അവന്റെ ചേട്ടൻ ഒരുത്തൻ യോഗ്യനായിട്ട് സംസാരിക്കാറുണ്ടല്ലോ, അവനെ വിളിക്ക്. ഫോൺ വാങ്ങിച്ച അഖിൽ പറയുന്നു, വിളിക്കടി, അവന്റെ ചേട്ടനെ വിളിക്ക്. അപ്പൊ നീതു പറയണ, അവരെ എന്തിനാ വിളിക്കുന്നത്? എന്റെ കയ്യിൽ അവരുടെ ആരുടെ നമ്പർ ഇല്ല. അഖിൽ ചോദിക്കുന്നു, എന്ത് നമ്പർ ഇല്ലെന്നോ? അപ്പൊ അമ്മ പറയണ, അവൾ അഭിനയിക്കുന്ന കണ്ടില്ലേ, നമ്പർ ഇല്ലെന്ന്. എന്റെ കയ്യിലുണ്ടടാ, ഞാൻ തരാം. ടെൻഷനോടുകൂടി ഹരീഷ് മനസ്സിൽ പറയുകയാണ്, പ്രഗ്നന്റോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തിനാ ഇവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച്? ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് അതിൽ നിന്നും സുഭാഷിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ. ടെൻഷനോടുകൂടി നീതു മനസ്സിൽ പറയുകയാണ്, ഒരു കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നുണ പറഞ്ഞതാണ്. അതിപ്പോൾ പ്രശ്നത്തിന് മുകളിൽ പ്രശ്നമാകുമല്ലോ. സത്യം പറയല്ലേ നീതു, ഇവര് സത്യം അറിയാതിരുന്നാലേ രക്ഷപ്പെടാൻ പറ്റൂ. നീതുവിന്റെ അമ്മ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുഭാഷിനോട് അമ്മ ചോദിക്കുന്നു, സുഭാഷ് അല്ലേ സംസാരിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അതെ, നിങ്ങൾ ആരാ? അപ്പൊ അമ്മ പറയുന്നു, ഞാനോ? നീതുവിന്റെ അമ്മയാ. പറയൂ അമ്മയെന്ന് സുഭാഷ് പറയുമ്പോൾ അമ്മ ചോദിക്കണ, എന്തമ്മ, നിങ്ങളുടെ കുടുംബം ഒരു മോശപ്പെട്ട കുടുംബമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യോഗ്യതയെ കുറിച്ച് പറഞ്ഞല്ലോ. നിന്റെ അനിയന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഹരീഷിനെ പോലെ ഒരു നല്ല പയ്യൻ ഇല്ലെന്നല്ലേ? അവള് നശിച്ചു പോകും. നിന്റെ അനിയൻ എന്റെ മകളെ ചതിച്ചു. നിധിയും നികേഷും സുധീഷും എല്ലാം സംശയത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താ സംഭവിച്ചേ? എന്തിനെങ്ങനെ കരയുന്നേ? ഹരീഷ് ഇപ്പൊ ഇവിടെയാ ഉള്ളത്. അവിടെ വന്ന് അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി? അപ്പോഴമ്മ പറയണ, അവൻ നേരത്തെ തന്നെ എന്റെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോയത്. കല്യാണം കഴിക്കാത്ത പെണ്ണിനെ ഗർഭിണിയാക്കി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷ്. അമ്മ ചോദിക്കുന്നു, ഇതിനാണോ എന്റെ മോളെ പ്രേമിക്കുന്നതായി അവൻ അഭിനയിച്ചത്? അതോ ഇവളെ അവന് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് കരുതി ഗർഭിണിയാക്കിയതാണോ? എടാ, ഇതൊന്നും വെറുതെ വിടില്ല ഞാൻ. കല്യാണം കഴിക്കാത്ത പെണ്ണിനെ ഗർഭിണിയാക്കിയിരിക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ ജയിലിൽ കയറ്റും. എന്റെ കുടുംബം നശിപ്പിച്ചില്ലടാ. നിങ്ങൾ ആരും ഗുണം പിടിക്കില്ലടാ. നശിച്ചു പോകും. നിന്റെ അനിയൻ നന്നായി വരില്ല. സുഭാഷ് ചോദിക്കുന്നു, അമ്മ എന്തായി പറയുന്നത്? എന്റെ അനിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് കേട്ട് നീതുവിന്റെ അമ്മ പറയണ, അതേടാ, നല്ലവനാണെന്ന് നീ സർട്ടിഫിക്കറ്റ് താ. അവൻ 1 നമ്പർ റൗഡിയാ, ചതിയൻ. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. എന്റെ മകളെ ഗർഭിണിയാക്കിയിട്ട് അവൻ ഒളിച്ചിരിക്കും
ജീവിച്ചിരിക്കുകയല്ലേ, അവന് ഗുണം വരുമോ? നശിച്ചു പോകത്തേ ഉള്ളൂ. അങ്ങനെ നീതുവിന്റെ അമ്മ ഹരീഷിനെ ശപിക്കുമ്പോൾ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് നീതു. കണ്ണു നിറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ഹരീഷിനെ നോക്കുകയാണ് സുഭാഷ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ആരായിരുന്നു ഫോണില്? എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത്? എന്താ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നീതുവിന്റെ അമ്മയാ വിളിച്ചത്. നിധി ചോദിക്കുന്നു, നീതുവിന്റെ അമ്മയോ? അവരെന്തിനാ സുഭാഷ് എന്നെ വിളിക്കുന്നത്? അവർക്ക് എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷ് നീതു ഗർഭിണിയാണെന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഹരീഷാണ് അവളുടെ ഗർഭത്തിന് കാരണമെന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഫോണിൽ കൂടെ എന്തൊക്കെയോ പറയുകയായിരുന്നു. സുധീഷ് മനസ്സിൽ പറയുന്നു, ഹരീഷ് ഇങ്ങനെ ചെയ്യോ? ടെൻഷനോടുകൂടി സുഭാഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നീതു. സുഭാഷ് വളരെ ദേഷ്യത്തോടുകൂടി ഹരീഷിന്റെ കർണം പുകച്ച് അടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഹരീഷ് സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു, എന്നെ നീ അങ്ങനെ വിളിക്കരുത്, എനിക്ക് അപമാനമാ. നിന്നെ എനിക്ക് എന്ത് വിശ്വാസമായിരുന്നു? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ അനിയന്മാരെല്ലാവരും തങ്കമാണെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇത്തരം തരം താണ ഒരു പ്രവൃത്തി നീ ചെയ്തല്ലോടാ. ഇങ്ങനെയാണോ നീ നിന്റെ അനിയന്മാരെ വളർത്തിയതെന്ന് അവര് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടിയില്ലായിരുന്നു. എടാ ഹരീഷ്, നീ ഇങ്ങനെ ചെയ്തോടാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് ചെറിയ പെൺകുട്ടിയല്ലേ, പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല. അവളെ എന്തിനാ നീ ഗർഭിണിയാക്കിയത്? അപ്പൊ സുധീഷ് പറയണേ, സുഭാഷ് ഏട്ടാ ഹരീഷിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സുഭാഷ് പറയണേ, ഇനി എന്താ അവന് പറയാനുള്ളത്? ആ നീതുവാ പറഞ്ഞത് ഞാൻ ഗർഭിണിയാ, ഹരീഷിന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളതെന്ന്. ഒരു പെണ്ണ് ഇങ്ങനെയുള്ള ഒരു കാര്യം നുണ പറയുമോ? ആ അമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇവന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് നമ്മളെ എല്ലാവരെയും അകത്താക്കുമെന്നൊക്കെ അവര് പറയുന്നത്. സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് എന്താ നടന്നേ? ഹരീഷ് ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ചോദിക്കുമ്പോൾ മറുപടി പറയാൻ നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെ സുഭാഷ് വീണ്ടും ഹരീഷിനെ തല്ലുകയാണ്. തടഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞങ്ങൾ സംസാരിക്കുകയല്ലേ, സുഭാഷിനെ ഒന്ന് ക്ഷമിക്ക്, അവൻ പ്രേമിക്കുന്ന പെണ്ണല്ലേ നീതു? സുഭാഷ് ചോദിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവോ? അങ്ങനെയല്ലെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ചെയ്തതാണോ എന്ന് ആർക്കറിയാം? ഹരീഷ് പറയുന്നു, അങ്ങനെയൊന്നും അല്ല സുഭാഷ് ഏട്ടാ. വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു, നീ മിണ്ടരുത്, നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, മാനം കളഞ്ഞല്ലോ നീ. ഇത് കേട്ട് സുധീഷും നികേഷും ചിരിക്കുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി നികേഷ് എന്ന് വിളിക്കുകയാണ്. സുധീഷ് പതിയെ പറയുന്നു, മിണ്ടാ നിൽക്കടാ. സോറി ഏട്ടത്തിന്ന് നികേഷ് പറയും. ഹരീഷിന്റെ നേരെ വിരൽ ചൂണ്ടി സുഭാഷ് പറയുകയാണ്, നോക്ക്, ഇനി നീ എന്റെ മുഖത്ത് നോക്കരുത്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരികയും ചെയ്യരുത്. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷ്. ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, എടാ ഹരീഷ്, ഒരു പാവത്തെ പോലെ ഇരുന്നിട്ട് നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? നീതുവിന്റെ വീട്ടുകാര് നീതുവിനെ നിനക്ക് കെട്ടിച്ചു തരാത്തോണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്? അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, നിന്നെ ഞാൻ ഇങ്ങനെയാണോ ഇവിടെ വളർത്തിയത്? ഇപ്പൊ തന്നെ നമ്മുടെ വീടിനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നത്? ഒരു പെണ്ണിനെ ചതിച്ച് ഗർഭിണിയാക്കിയെന്നുള്ള മോശപ്പേരും കൂടി നമ്മുടെ വീടിന് വേണോ? സുധീഷ്, ഇത് ശരിയാകില്ല. ഇവനെ ഇനിയും വെറുതെ വിടാൻ പറ്റില്ല. നാട്ടിലേക്ക് ചെന്നാൽ ഉടനെ ഹരീഷിന്റെയും നീതുവിന്റെയും കല്യാണം നടത്തണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ സുധീഷ് പറയാണ്, ശരി സുഭാഷ് ഏട്ടാ. എടാ ഹരീഷ്, നീ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് സുഭാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പോടാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്